الله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وصحبه ومن تبعهم بإحسان إلى يوم الدين فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ നണ്ടോ പിരിസുത്തര സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായിട്ടിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണുണ്ടോ സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഈമാനും തഖ്വായുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, 2 മാസത്തെ വെക്കേഷന് ശേഷം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും നമ്മുടെ മക്കൾ വിദ്യാലയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ
കുട്ടികളെ സംബന്ധിച്ച് അങ്ങളെ ഉപദേശിക്കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇണ്ടത്തെ ഏതാനും കുറഞ്ഞ നിമിഷങ്ങളിൽ രക്ഷിതാക്കളായിട്ടിക്കരെ, പോഷകരായിട്ടിക്കരെ, രക്ഷകരായിട്ടിക്കരെ നാം നമ്മുടെ മക്കളെ കാര്യത്തിലും നമ്മുടെ കാര്യത്തിലുമെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടിക്കരെ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നമ്മുടെ മക്കൾ അവരെ നാം കലാലയത്തിലേക്ക്, വിദ്യാലയത്തിലേക്ക് അയക്കരുത് എന്തിനു വേണ്ടിയായിട്ടിക്കറ്? അറിവ് നേടണക്ക് വേണ്ടിയായിട്ടിക്കറ്, അല്ലേ? വിജ്ഞാനം കരസ്ഥമാക്കണക്ക് വേണ്ടിയായിട്ടിക്കറ്. അപ്പൊ അറിവ് കൊണ്ട് ചെന്നെങ്കിൽ എന്ത് കാണ അറിവ്? അത് എങ്ങനെയാണ് അറിവ് നേടേണ്ടത്? അത് നേടിയതിനെ പിന്നെ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത്? ഏത് അറിവാണ് നേടേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മളിൽ പലർക്കും ചില ധാരണകളുണ്ട്, ഇല്ലാത്തവരല്ല. ചില ഐഡിയകളൊക്കെ ഉണ്ട്. എങ്കിലും ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് അത് അനിവാര്യമാണ് എന്നത് ഇസ്ലാമിൻ്റെ ഭാഷ്യമായിട്ടിക്കർ. നാം ചില ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ അറിവ്, ഈ വിജ്ഞാനം നേടുന്നതിന് ഇസ്ലാം എത്രമാത്രം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാധാന്യം വേറെ ഒരു മതത്തിലും നമുക്ക് കാണുക സാധ്യമല്ല. അത്രമാത്രം പ്രാധാന്യമാണ് അറിവ് നേടുക ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. 1-2 ഹദീസുകൾ മാത്രമാണ് ആ വിഷയത്തിൽ ഞാനിപ്പോൾ ഉദ്ധരിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമട്ട് ചൊന്നെങ്കിൽ, വിജ്ഞാനോട്ട് ചൊന്നെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഹയാത്താണ്, ജീവനാണ്. ഇസ്ലാമിൻ്റെ ജീവനാടിയാണ്. നോക്കണം, എത്ര കൃത്യമായിട്ടായിട്ടിക്കറ്, എത്ര വ്യക്തമായിട്ടായിട്ടിക്കറ് അള്ളാഹുവിൻ്റെ റസൂൽ ഇൽമിനെ സംബന്ധിച്ച്, വിജ്ഞാനത്തെ സംബന്ധിച്ച് പഠിപ്പാട്ടുന്നത്. എന്തിനാ അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്നത്? ഒരു മനുഷ്യനുക്ക് അറിവില്ല എങ്കിൽ അവിടെ ഇസ്ലാം ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്. ജീവനില്ലാത്ത മൃതശരീരം പോലെയുണ്ട്, ജീവനില്ലാത്ത ഡെഡ് ബോഡി പോലെയാണ് അറിവില്ല എങ്കിൽ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. തലബുൽ ഇൽമി, ഇൽമിനെ തേടുക, തേടി പഠിക്കുക എന്നത് അത് ഫരീളത്തുൻ, അത് ഫർളായിട്ടിക്കറുണ്ട്. അലാ കുല്ലി മുസ്ലിമ വ മുസ്ലിമ, ഓരോ മുസ്ലിമായ ആണിന്റെ മേലിലും ഓരോ മുസ്ലിമത്തായ പെണ്ണിന്റെ മേലിലും എന്ത്? തലബുൽ ഇൽമി എന്നാണ് ചൊല്ലുന്നത്. തലബുൽ ഇൽമി കൊണ്ട് ചെന്നെങ്കിൽ ഇൽമിനെ തേടി പിടിക്കുക, അന്വേഷിച്ച് പിടിക്കുക എന്നതാണ്. താലിബുൽ ഇൽമി കൊണ്ട് ചെന്നെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നാണ് ഇതിനർത്ഥം, വിദ്യാർത്ഥി എന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത് തലബുൽ ഇൽമ്, ഇൽമിനെ നീ പോയി അന്വേഷിച്ച് കണ്ടെത്തുക. അതെന്ത്? സുന്നത്താണ് ട്ടല്ല അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത്. അത് ഫർളാണ്, ഫരീള, അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പൂർവികരായ സലഫു സ്വാലിഹീങ്ങളുടെ ജീവിതത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ, പിന്നീട് വന്ന ഖലഫുകളിലേക്ക് നാം കണ്ണോടിച്ചു നോക്കിയാൽ, ഒരു വിജ്ഞാനം നേടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു സംശയം തീർക്കാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹാബത്തുൽ കിറാം എത്രയോ വിദൂരങ്ങളായ നാടുകളിൽ നിന്ന് ഒരു ഹദീസ് പഠിക്കണക്ക് വേണ്ടി, ഒരായത്ത് പഠിക്കണക്ക് വേണ്ടി, ഒരു മസ്അല പഠിക്കണക്ക് വേണ്ടി കിലോമീറ്ററുകൾ നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം തലബുൽ ഇൽമി ഫരീള, അത് ഫർളായിട്ടിക്കറുണ്ട്, കേവലം സുന്നത്തല്ല. അല്ലേ?
നിങ്ങൾ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇൽമ് അന്വേഷിക്കണക്ക് പോകരുതായ ചരിത്രം. ഒരുപാട് ശിർക്കും ബിദ്അത്തും അന്ധവിശ്വാസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ചരിത്രത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതൊക്കെ നാം വിടാം. എങ്കിലും വസ്തുനിഷ്ഠമായ ചില ചരിത്രമുണ്ട് മുഹിയുദ്ദീൻ ഷേഖിനെ പറ്റി. മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാലഘട്ടത്തിലെ ഉജ്ജ്വലനായ നവോത്ഥാന നായകനായിരുന്നു, മുജദ്ദിദായിരുന്നു, പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം വിദ്യ അന്വേഷിക്കാൻ പോകുന്ന ചരിത്രം ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഉമ്മയാണ് പറഞ്ഞേക്കുന്ന ചെറുപ്പക്കാരനായി കുട്ടിയെ വിദ്യ അന്വേഷിക്കാനായി ഉമ്മ പറഞ്ഞേക്കുമ്പോ മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ആരാ കൊടുക്കുന്നത്? ഉമ്മയാണ്. അപ്പൊ ഉമ്മയാണ് മക്കളുടെ പ്രാഥമികമായ വിദ്യാലയം. ഉമ്മയാണ് മക്കളുടെ പ്രാഥമികമായ വിദ്യാലയം. അൽ ഉമ്മു മദ്രസ. അൽ ഉമ്മു മദ്രസ അറബിയിൽ ഒരു ചൊല്ലുണ്ട്. ഉമ്മാട്ട് ചൊന്നെങ്കിൽ അത് മദ്രസയാണ്, അത് പാഠശാലയാണ്. ഹുജറാത്തുൽ ഉമ്മഹാത്തി മദാരിസുൽ ഔലാദ്. ഹുജറാത്തുൽ ഉമ്മഹാത്തി മദാരിസുൽ ഔലാദ്. ഉമ്മമാരുടെ മടിത്തട്ടുണ്ടല്ലേ, അത് മക്കളുടെ മദ്രസകളാണ്, കലാലയങ്ങളാണ്. ബേസിക്കായിട്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഉമ്മയായിട്ടിക്കണോട്ടുള്ള പാഠമാണ് നമുക്കിത് കണ്ടത് അല്ലേ? അങ്ങനെ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ തൻ്റെ ചെറുപ്പകാലത്ത് വിജ്ഞാനം നേടാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ ഫർളാണ് എന്നാണല്ലോ പറഞ്ഞത്. ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അങ്ങനെ മകനെ ഇതാ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. ചെറുപ്പകാലത്ത്, ചെറിയ കുട്ടിയാകുന്ന കാലത്ത്, ബാലനാകുന്ന കാലത്ത് എങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ കയ്യിൽ, ആ മകന്റെ കയ്യിൽ ഉമ്മ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ, ബംഗാറിന്റെ നാണയങ്ങൾ ചെലവുക്ക് വേണ്ടി. ഇൽമു പഠിക്കുന്ന നാട്ടിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാകൂല, അപ്പൊ അവിടെ ഭക്ഷണം ആവശ്യമാണ്, അതൊക്കെ ചെലവിന് കാശ് വേണം. അങ്ങനെ കുറച്ച് സ്വർണത്തിന്റെ നാണയം, ബംഗാറ് ഈ മകന്റെ കയ്യിൽ കുപ്പായത്തിൽ ഇങ്ങനെ തുന്നിയിട്ട് ഉമ്മ മകനെ പറഞ്ഞേക്കുമ്പോ, ഒരു യാത്രാ സംഘത്തിന്റെ കൂടെയാണ് പറഞ്ഞേക്കുന്നത്. വിശ്വസ്തരായ ഒരു യാത്രാ സംഘം. ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ലല്ലോ, ഒരുപാട് നടക്കണം, യാത്ര ചെയ്യണം, ദിവസങ്ങളോളം ദിനരാത്രങ്ങൾ യാത്ര ചെയ്യേണ്ടതാണ്. ആ സമയത്ത് ഉമ്മ മകന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. എന്ത്? മോനെ, നീ കളവ് പറയണു തീരാം, നിന്റെ നാവിലൂടെ നീ സത്യം മാത്രമായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തന്നെയുണ്ടല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണം. നിങ്ങളുടെ നാവിലൂടെ സത്യമായിരിക്കണം വരേണ്ടത്. ഒരിക്കലും കള്ളം വരാൻ പാടില്ല, കളവ് വരാൻ പാടില്ല. കളവ് പറയുന്ന നാവിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു ലഭിക്കുകയില്ല എന്ന് ആ ഉമ്മ ആ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മകനെ, പൊയ്ക്കോ മോനെ, നീ അള്ളാഹുവിന്റെ ദീന് പഠിച്ചോണ്ട് ചെന്നു. ആ യാത്രാ സംഘത്തിന്റെ കൂടെ ഉമ്മ മോനെ പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ചരിത്രം പറയുകയല്ല, ഇതൊന്ന് പാഠം പഠിക്കാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറെ അപ്പുറം എത്തിയപ്പോ ഒരു കൊള്ള സംഘം, ദറോഡ നടത്തുന്ന ദറോഡഗോറന്മാരുടെ കൊള്ള സംഘത്തിന്റെ ഇടയിൽ അവർ പെട്ടുപോയി. കൊള്ള സംഘം അവരിങ്ങനെ പിടികൂടുന്നു. അവരുടെ കയ്യിലുള്ളതായിരിക്കുന്ന കാശ് വിലമതിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ പിടിച്ചു പറിക്കാൻ വേണ്ടി ഓരോരുത്തരെയും ആ യാത്രയിലുള്ളവരെ പിടിച്ചു നിർത്തി. എന്നിട്ട് അവരോട് എന്തുണ്ടെന്നൊക്കെ ചോദിച്ച് പുറത്തേക്ക് എടുക്കുന്നു. അവസാനം ബാലന്റെ, ഈ കുട്ടിയുടെ സരതി വരുന്നു. ആ കുട്ടിയെയും ആ കൊള്ള സംഘത്തിന്റെ സർദാരതിന്റെ നേതാവ് വിളിച്ചു വരുത്തുന്നു. നിന്റെ കയ്യിൽ എന്തുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ആ കുട്ടി പറയുന്നു, അബ്ദുൽ ഖാദർ എന്ന കുട്ടി പറയുന്നു, എൻ്റെ കയ്യിൽ ബംഗാറുണ്ട് എന്ന്. അത്ഭുതപ്പെട്ടു പോയി അവർ. ഇത് നമ്മളെ കളിയാക്കുകയാണോ എന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. ബംഗാറുണ്ടോ നിന്റെ കയ്യിൽ, നീ നമ്മളെ കളിയാക്കുകയാണോ?
അല്ല, നേരാണ്. അങ്ങനെ ആ കൊള്ള സംഘത്തിന്റെ നേതാവ് ആ കുട്ടിയെ പരിശോധിച്ചപ്പോ കുട്ടി ഇതാ ഇങ്ങനെ തന്റെ ഉമ്മ കൊടുത്ത ആ ബംഗാറിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി. ആ കൊള്ള സംഘത്തിന്റെ നേതാവ് അത്ഭുതപ്പെട്ടു പോയി. ആ കുട്ടിയെ അന്വേഷിക്കുന്നു. എന്താണ് നിന്നെ ഇങ്ങനെ സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത്? എവിടേക്കാണ് നീ പോകുന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? ആ സമയത്ത് ആ കുട്ടി എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇൽമു പഠിക്കാൻ വേണ്ടി, ദീനിന്റെ അറിവ് പഠിക്കാൻ വേണ്ടി എൻ്റെ ഉമ്മ എന്നെ പറഞ്ഞയച്ചതാണ്. എൻ്റെ ചെലവിന് വേണ്ടി ഇൽമു പഠിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി എനിക്ക് എൻ്റെ ഉമ്മ നൽകിയതായ സ്വർണ്ണ നാണയം എൻ്റെ ഉമ്മ എന്നോട് ഇങ്ങനെ അയക്കുമ്പോൾ ഒരു വാക്ക് ചൊന്നത്, മോനെ നീ കളവ് ചൊല്ലണു തീറാ. ഇതുകൊണ്ടായിട്ട് ഞാൻ കളവ് പറയാത്തത്. എൻ്റെ ഉമ്മ നൽകിയ ഉപദേശമാണ്. ഇത് കേട്ടപ്പോ ആ കൊള്ള സംഘ തലവന് മാറ്റമുണ്ടായി, ചേഞ്ചസ് ഉണ്ടായി, പരിവർത്തനമുണ്ടായി. അല്ലാ, ഇങ്ങനെ ഒരു ഇൽമു പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ ഈ ബംഗാർ, ഉമ്മ കൊടുത്ത ഈ ബംഗാർ ഞാനെങ്കാലും ഇതിനെ പിടിച്ചു പറിച്ചാൽ, ദറോട് ചെയ്താൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ യാത്രാ സംഘത്തിൽ നിന്ന് പിടിച്ചു പറിച്ചതെല്ലാം തന്നെ തിരിച്ചു കൊടുക്കുകയും അവിടുന്ന് കൊള്ള സംഘത്തിന്റെ നേതാവടക്കം എല്ലാവരും പശ്ചാത്തപിച്ച് തൗബ ചെയ്തു മടങ്ങുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റമാണ്. എന്താണ് ഇതിന് പ്രചോദിപ്പിച്ചത്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ഉമ്മ കൊടുത്ത, ഒരു മാതാവ് കൊടുത്ത പ്രചോദനമാണ്, ഒരു മാതാവ് കൊടുത്ത ട്രെയിനിങ് ആണ്. കാരണം ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നത് ഇൽമ് പഠിക്കുക എന്നത് നിർബന്ധമാണ്. ആ ഇൽമ് കളവ് പറയുന്ന നാവിന്റെ ഉടമയ്ക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ്. ഇനിയും നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഇൽമ പഠിക്കാൻ, അള്ളാന്റെ ദീന് പഠിക്കാൻ ഒരു വഴിയിലൂടെ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. അള്ളാന്റെ ദീന് പഠിക്കാൻ ഒരു വഴിയിലൂടെ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. അള്ളാഹു അവന്റെ ആ പോക്കിനെ സ്വർഗത്തിലേക്കുള്ള ഒരു പോക്കാക്കി മാറ്റും. ഒരു പക്ഷെ അവന് ഇൽമ പഠിക്കാതെ എവിടെയെങ്കിലും വെച്ച് മരണപ്പെടുകയാണെങ്കിൽ നേരെ പോകുന്നത് അവൻ സ്വർഗത്തിലാണ്. സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. വഴിയല്ലേ? ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രയെത്ര ഹദീസുകളാണ് അറിയാനും പഠിക്കാനും ഇസ്ലാമിക ജ്ഞാനം അന്വേഷിച്ച് കണ്ടെത്തുക ഇസ്ലാം എൻകറേജ് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. എത്രയെത്ര ഹദീസുകളാണ്. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ആദ്യമായി പറഞ്ഞ വാക്കെന്താണ്? ഏറ്റവും ആദ്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കെന്താണ്? ഇഖ്റ എന്നാണ്. ഇഖ്റ, നീ വായിക്കണം, നീ വായിച്ച് പഠിക്കണം മനുഷ്യ. ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഈ ഒരു വാക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആദ്യമായി വേറെ വല്ലതും അല്ലാഹ്ക്ക് പറയാൻ സാധിക്കൂലേ? നീ നിസ്കരിക്കുക എന്ന് അല്ലാഹ്ക്ക് പറഞ്ഞൂടെ? ആദ്യമായിട്ട് നീ നിസ്കരിക്കണ്ടല്ലോ അല്ലാഹ് പറഞ്ഞത്. ആദ്യമായി അല്ലാഹു തആല ചൊന്നത് നീ നോമ്പ് നോൽക്ക് എന്നല്ലല്ലോ. ആദ്യമായി അല്ലാഹു തആല ചൊന്നത് നീ ഹജ്ജ് ചെയ്യറൂ എന്നല്ലല്ലോ. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചൊല്ലുന്നത് ഇഖ്റ. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് പ്രിയമുള്ളവരെ ആ വാക്ക്. ഇഖ്റ, നീ വായിക്ക. ഈ വായന പഠനം നഷ്ടപ്പെട്ടതിൻ്റെ ദുരന്തമാണ് ഇന്ന് രക്ഷിതാക്കൾ അനുഭവിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കൾ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ അവരവരുടെ മക്കളെ സംബന്ധിച്ചാണ് അനുസരണയില്ല, ഏതോ ഒരു ലോകത്താണ്, മൊബൈലും കയ്യിൽ പിടിച്ചിട്ട് ഒരു വായനയില്ല, പഠിക്കുന്നില്ല, നിസ്കാരമില്ല, ഭക്ഷണം പോലും വേണ്ട. പാതിരാത്രി 2 or 3 മണി ഒന്ന് ബാത്റൂമിലേക്ക് പോയി ഒന്ന് ബാത്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് നോക്കുമ്പോൾ അതാ തൻ്റെ മകനോ മകളോ അവളുടെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ മൊബൈലിലാണ്. ഇങ്ങനെയുള്ള ദുരന്തം, സങ്കടങ്ങൾ പറയുന്ന രക്ഷിതാക്കൾ.
എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിലും പലരും അത്തരത്തിലുള്ള മക്കൾ അവരുടെ കുഴപ്പങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ഈ മുമ്പിലുണ്ടായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി പറയുന്ന വാക്കെന്തിന്? ഇഖ്റ, നീ വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യമായി 5 ആയത്തുകളാണല്ലോ അല്ലാഹു തആല അവതരിപ്പിച്ചത്. എന്താണ് പ്രിയമുള്ളവരെ ഈ ആയത്തിന്റെ പ്രത്യേകത? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലുൻ നൂർ എന്ന പർവ്വതത്തിൽ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്, ധ്യാനത്തിൽ കഴിയുകയാണ്. ദിവസങ്ങളല്ല, മാസങ്ങളോളം ഹിറാ ഗുഹ. എന്താണ് പ്രിയമുള്ളവർ ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ? നിങ്ങളിലൊക്കെ ഹജ്ജിനും ഉംറയിലും പോയവരൊക്കെ ചിലപ്പോൾ ആ ഗുഹ സന്ദർശിച്ചവരുണ്ടാകും. ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പേടിയാകും അതിനെ കാണുമ്പോൾ. താഴെ നിന്ന് നോക്കുമ്പോൾ എത്രയോ ഉയരത്തിലാണ്, എത്രയോ അകലത്തിലാണ് ആ ഗുഹയുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ മനുഷ്യരില്ലാത്ത, വെളിച്ചമില്ലാത്ത, കുറ്റാക്കൂരിട്ടുള്ള ഒരു കാലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ദയിക്കുന്നത്. ആരും ആ ഗുഹാഭാഗത്ത് പോകണത് ധൈര്യപ്പെടുന്നില്ല. ആ സമയത്ത് ആ കൂരിരുട്ടിൽ അത് തന്നെ നിങ്ങൾ നോക്കണം. അതിലേക്കൊന്ന് ആ പർവ്വതം ഒന്ന് കയറി ആ ഗുഹയിലേക്ക് എത്തണമെങ്കിൽ എത്ര സമയമെടുക്കുമെന്ന്. ഒന്ന് കാലം വഴുതിപ്പോയാൽ നേരെ താഴോട്ടായിരിക്കും എത്തുന്നത്. മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ ഗുഹാമുഖത്ത് അതിൻ്റെ ഉള്ളിൽ ആ കുറ്റാക്കൂരിരുട്ടിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധ്യാനമഗ്നനായിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു അവിടത്തേക്ക്. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്താ പറയുന്നത്? ഇഖ്റ, നീ വായിക്ക് എന്നാണ്. ഇഖ്റ, നീ വായിക്ക് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ വായിക്കാൻ പറ്റും? നീ വായിക്കെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു സ്ലേറ്റിൽ എഴുതിയിട്ട് ഒരു ഹലകയുണ്ടല്ലോ, സ്ലേറ്റ്. നമ്മളൊക്കെ ചെറുപ്പകാലത്തൊക്കെ സ്ലേറ്റിലാണ് പഠിച്ചത്, എഴുതിയിട്ട് ഈ ഊന്നൊക്കെ ABCD ഒക്കെ ഒരു സ്ലേറ്റിൽ എഴുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ് ചില തഫ്സീറിൽ കാണാം. എന്നിട്ട് അവിടുന്ന് ജിബ്രീൽ പറയുന്നു, ഇഖ്റ, നീ വായിക്ക് എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ മറുപടി? മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കൊണ്ടു പിടിയില്ല. ഞാൻ എങ്ങനെയാണ് വായിക്കേണ്ടത് പിടിയില്ല. വായിക്കൊണ്ടുകോ എഴുതണുകോ പിടിയില്ലാത്ത ഒരാളെയാണ് അല്ലാഹു തആല റസൂലായി, അത് തന്നെ സയ്യിദുൽ അംബിയായി വൽ മുർസലീൻ, എല്ലാ അംബിയാ മുർസലുകൾക്കും നേതാവായി, അവസാനത്തെ നബിയായി, അവസാനത്തെ റസൂലായി അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. എഴുത്തും വായനയും ഇല്ലാത്ത ഒരാളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കും, അല്ലേ ഇതെന്തിന് ഒരു എഴുത്തും വായനയും ഇല്ലാത്ത? അതാ മഹാനായ പ്രവാചകന്റെ മഹത്വമാണ്. അതിൻ്റെ പിന്നാലെ ഒരുപാട് ഹിക്മത്തുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ലോജിക്കുണ്ട് അതിൻ്റെ പിന്നിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്തേ ആ മക്ക രാജ്യത്ത് ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായിരുന്നല്ലോ, ഒരുപാട് കവികളുണ്ടായിരുന്നല്ലോ, ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ളവരും ഒറ്റപ്പെട്ട ആളുകളുണ്ടായിരുന്നല്ലോ. എന്ന് മാത്രമല്ല, ചില ആളുകൾ അള്ളാഹുവിൻ്റെ ദീന് തൗഹീദ് ഹക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വിശ്വസിക്കാതിരിക്കൊണ്ടുള്ള കാരണവും ഇത് തന്നെയായിരുന്നു. ചില ആളുകൾക്ക് അല്ലാഹു തആല ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടിക്കരെ, ഒരു അനക്ഷരസ്ഥനായിട്ടിക്കരെ, ഒരു അനക്ഷരിയായിട്ടിക്കരെ ഒരാള് അള്ളാഹ് റസൂലാക്കിയത് നന്നെ അള്ളാഹ് റസൂലാക്കിയില്ല. ഞാൻ വലിയ ഈ മക്ക രാജ്യത്ത് ഉണ്ട് ഏറ്റവും വലിയ സാഹിത്യകാരൻ ഞാനല്ലേ
എന്നെല്ലാം ചിന്തിച്ച ആളുകളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവർക്കെല്ലാം മറുപടിയായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ കാണാം, വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ. വമാ കുന്ത മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ, ഓ പ്രവാചകരെ, ഇതിനു മുന്നോളൂ നിങ്ങൾ ഒരു ഗ്രന്ഥവും നിങ്ങൾ വായിച്ചിരുന്നില്ല. ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുന്നോളൂ നിങ്ങളുടെ ജീവമാനമിടി നിങ്ങൾ ഒരു ഗ്രന്ഥം പോലും നിങ്ങൾ വായിച്ചിട്ടില്ല. ഒരു പെണ്ണ് പോലും ഒരു ലേഖനി പോലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പിടിച്ചിട്ടില്ല. ഇദൽ മുബ്തിലൂൻ. അങ്ങനെയെങ്കാലും നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ, പഠിച്ച ആളായിരുന്നുവെങ്കിൽ വിരോധികൾക്ക്, മിഥ്യാവാദികൾക്ക് സംശയിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ആ ചാൻസ് ഇല്ലാതിരിക്കണക്ക് വേണ്ടിയായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഒരക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത അവസ്ഥയിൽ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തത് മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പ്രവാചകനോടാണ് ഹിറാ ഗുഹയിൽ വെച്ച് ചൊല്ലുന്നത്, നീ വായിക്കുറു നബിയേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയില്ല. അങ്ങനെ ജിബ്രീൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ മുറുക്കി പിടിച്ചെത്ത് പിന്നെ വിട്ടുത്ത് പിന്നെ ഇതായി 5 ആയത്തുകൾ ചൊന്നു കൊടുക്കുറു, നീ വായിക്കുറു. എന്തിനെ വായിക്കണം? അല്ലാഹു തആല ചൊന്നില്ല, നീ എന്തിനെ വായിക്കണം? ഇഖ്റാഉൽ ഖുർആനാണ്ട് ചൊന്തവിടെ, ഇഖ്റാഉൽ ഖുർആനാണ്ട് ചൊന്തില്ലല്ലേ? നീ വായിക്കറു. എന്തിനെ വായിക്കറു? അതിന് പിന്നെയുള്ള ആയത്തിൽ സമജ്ദാറുൻ കേ ലിയേ ഇശാറാ കാഫി ഹൈ അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കറു. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അപ്പൊ എന്തിനു പിടിയായിട്ട് നീ വായിക്കുമ്പോ ബിസ്മില്ലാണ്ട് ചൊന്നിട്ട് നീ വായിക്കറോ. ബിസ്മില്ലാൻ ചൊന്നിട്ട് വായിക്കണമെങ്കിൽ ആ വായിക്കരുത് നല്ല കാര്യമായിട്ടിരിക്കണം. കെട്ട കാര്യം വായിക്കണത് തീരാ. അള്ളാന്റെ പേര് ചൊന്നിട്ട് അശ്ലീലമായ കാര്യങ്ങൾ വായിക്കണത് തീരാ. നല്ല കാര്യമായിട്ടിരിക്കണം നീ വായിക്കേണ്ടത്. പിടിയില്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ, മനുഷ്യനെ അല്ലാഹു തആല ഭ്രൂണത്തിൽ നിന്നിട്ട് സൃഷ്ടിച്ചതായിട്ടിക്കരെ ആ സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കറൂ. അപ്പൊ വായന എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുകൂടി അല്ലാഹു തആല നമുക്ക് ആയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ വായനയുടെ തുടക്കം നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചായിരിക്കണം. അവിടെ നിന്നായിരിക്കണം നിന്റെ തുടക്കം. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് നീ ആരാണ്, ഞാൻ ആരാണ്, എങ്ങനെയാണ് ഈ ലോകത്തേക്ക് ഞാൻ എത്തിയത്. അതുകൊണ്ട് മനുഷ്യ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ അറിവായിരിക്കണം നിനക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്, ആ അറിവായിരിക്കണം നിന്റെ മേൽ ആദ്യമായിട്ടുണ്ടാകേണ്ടത്. അതാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ, മനുഷ്യനെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ച ആ റബ്ബിന്റെ നാമം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇതിന്റെ ആന്തരാർത്ഥത്തിലേക്കൊന്നും നാം കടന്നിട്ടില്ല. എത്രയോ യൂറോപ്പിലെയും അമേരിക്കയിലെയും എത്രയോ ഡോക്ടേഴ്സ്മാർ, ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു ആയത്തിനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഉത്സാഹം മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. സമയത്തിന്റെ പരിമിതി നിമിത്തം അവരുടെ പേര് പറയാൻ ഇപ്പൊ സാധിക്കൂല. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരൊറ്റ ആയത്ത് എങ്ങനെയാണ് അക്ഷരാഭ്യാസമില്ലാത്ത അൺലെറ്റേഡ് ആയിട്ടിക്കരെ, ഇല്ലിറ്ററേറ്റ് ആയിട്ടിക്കരെ, അനക്ഷരിയായിട്ടിക്കരെ ഒരു മനുഷ്യൻ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ വെച്ച് ഒരു ശിശുവിനുണ്ടാകുന്ന അതേ നുത്ഫത്ത്. മനുഷ്യ അള്ളാഹുവിനെ പറ്റി, സൃഷ്ടാവിനെ പറ്റി പഠിക്കുമ്പോൾ മനുഷ്യൻ ആദ്യം എന്തായിരുന്നു? ഒരു ബീജഗണമായ നുത്ഫത്തായിരുന്നു. 40 ദിവസം നുത്ഫത്തായി, പിന്നീട് അലക്കത്തായി, ഭ്രൂണമായി. എന്തിനാ ഭ്രൂണം ചെന്നെങ്കിൽ ഒരു ബ്ലഡ് ക്ലോട്ടാണ് അല്ലേ? ഒരു ക്ലിംഗിങ് സസ്പെൻഡഡ് കോഗുലേറ്റഡ് ബ്ലഡ് ക്ലോട്ട്, അതേ അട്ടിപ്പിടിക്കുന്ന ഒരു ബ്ലഡ്. ഖുർആൻ പ്രയോഗിച്ച വാക്കാണ് അലക്ക. അങ്ങനെ പിന്നീട് അത് മുളുക, മാംസകഷ്ണമായി മാറുന്നു അല്ലേ? ഇതെല്ലാം എങ്ങനെയാണ്
1500-400 വർഷം മുമ്പ് ഒരു അക്ഷരാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ ഇത്ര ആഴത്തിലുള്ള ഇത്ര അഗാധമായ പാണ്ഡിത്യമുള്ള ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചൊല്ലുന്നത് എന്നതിനെ പറ്റി അവർ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി. ഇത് ഒരു അക്ഷരാഭ്യാസമില്ലാത്തവന് ചൊല്ലണത് സാധ്യമല്ല. ഇതിന്റെ സോഴ്സ് ഇത് വഹയിലൂടെ ദിവ്യവാണിയിലൂടെ മാത്രമേ ഇങ്ങനെ ചൊല്ലണത് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി പഠിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച എത്രയോ ഡോക്ടേഴ്സുമാർ, എത്രയോ ശാസ്ത്രജ്ഞന്മാർ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളൊന്നും അതിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊക്കെ പാരമ്പര്യ മുസ്ലിമീങ്ങളാണല്ലേ, നമുക്കതൊന്നും ആവശ്യമില്ല എന്ന ഭാവനയാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പഠനമായിരിക്കണം സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള പഠനമായിരിക്കണം നാം പഠിക്കേണ്ടത്. നാം പഠിക്കണം, നാം വായിക്കണം, എന്നിട്ട് നമ്മുടെ മക്കൾക്ക് നാം നൽകണം. അത് ഫിസിക്സ് പഠിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ സംബന്ധിച്ച് അതിൽ പറയൂല. കെമിസ്ട്രി നിങ്ങളെ മക്കൾ പഠിച്ചാൽ അതിലൊന്നും കിട്ടൂല. മാത്തമാറ്റിക്സോ അരിത്മാറ്റിക്സോ ആൾജിബ്രയോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും പഠിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അറിവ് കിട്ടൂല. ഈ അറിവാണ് ഏറ്റവും പ്രധാനമായത്. മറ്റുള്ളതൊന്നും പഠിക്കേണ്ടതല്ല, അതെല്ലാം വേണം. പക്ഷെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിനായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും ഇത്തരത്തിലുള്ള ധാർമ്മികമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അറിവ്, ആഴത്തിലുള്ള അറിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിറുനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അറിവിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ദീനി സ്ഥാപനമാണ് ഇവിടെ ഉള്ളത്. അതിൽ അള്ളാഹുവിനെ നാം സ്തുതിക്കേണ്ടതുണ്ട്. നല്ല അധ്യാപകന്മാർ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല അധ്യാപകന്മാർ, അതേപോലെ തന്നെ അതിനേക്കാളും അപ്പുറം നല്ല ഉത്തരവാദിത്വമുള്ള മാനേജ്മെൻറ്റാണ്. നല്ല ഉത്തരവാദിത്വമുള്ള കാര്യകർത്തന്മാർ, ഭാരവാഹികളൊക്കെയാണ്. സദാ നേരം അവർ മദ്രസയുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥികൾ അവരുടെ കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധ പതിപ്പിക്കുന്ന മാനേജ്മെൻറ്റാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാ, CC ക്യാമറ ഒക്കെ വെച്ച് വിദ്യാർത്ഥികളെപ്പറ്റി നല്ലപോലെ അവർ ജാഗ്രതയുള്ളവരാണ്. കാരണം ചെറിയ LKG മുതൽ 8ാം ക്ലാസ് വരെയുള്ള പഠനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ചും ഈ ചെറിയ കുട്ടികളെ നമ്മളിൽ വിശ്വാസമർപ്പിച്ചാണ് അതിൻ്റെ രക്ഷിതാക്കൾ ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് ക്യാമറ വെച്ചും ഒക്കെ നോക്കി അവർ എവിടെ പോകുന്നു, എത്ര മണിക്ക് വരുന്നു, എന്ത് ചെയ്യുന്നു, എല്ലാം അവരുടെ സ്വന്തം ആവശ്യങ്ങളെപ്പോലും മാറ്റിവെച്ച് വളരെയേറെ ജാഗ്രതയോടുകൂടി അവരിതിൻ്റെ കാര്യത്തിൽ അവർ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ സ്ഥലത്ത് കാണാൻ സാധിക്കില്ല. അത്രക്കും ഭദ്രമായ നിലക്കുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ
അഡ്മിഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗത്തിൽ നിങ്ങളുടെ മക്കളെ ഇവിടെ ചേർക്കണം. വളരെ ഖേദകരമായ കാര്യമെന്ന് പറയുന്നത്, എത്രയോ പേരൻസ്മാർ അവരുടെ മക്കളെ SLC പഠിക്കുന്നു എന്ന കാരണം പറഞ്ഞിട്ട് അവർ മദ്രസ തന്നെ ഒഴിവാക്കിയത്, അങ്ങനെയുള്ള ചില വിവരങ്ങളും ചില ശുദ്ധികളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മക്കൾ SLCയിലാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, ഇപ്പം ഇത്രയെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിപ്പിച്ചതും എന്താണ്? ഈ പടച്ച തമ്പുരാൻ ഇങ്ങനെ വായിക്കണം, വായിച്ച് പഠിക്കണം എന്നൊക്കെ ദീനിൻ്റെ കാര്യങ്ങൾക്ക് ഇത്രമാത്രം ഫർളാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ട് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾക്ക് ഏതാണ് വലുത്? നിങ്ങളെ കുട്ടികൾ SLCയിൽ ഇങ്ങനെ കുറേ മാർക്ക് നേടി വിജയിക്കലോ, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മദ്രസ വേണ്ട, ഇൽമു വേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇത് മതി, ദീൻ്റെ കാര്യം വേണ്ട എന്നല്ലേ? ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മക്കളെ പറ്റി, എൻ്റെ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞത് ചില രക്ഷിതാക്കളൊക്കെ പറഞ്ഞു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒന്ന്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മളോട് കുറേ കംപ്ലൈൻറ്റ് പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ മക്കളെ SLCൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും ചെറിയ സില്ലി കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് മദ്രസ ഒഴിവാക്കുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവർക്ക് കണ്ണും കാതും കേൾവിയും മസ്തിഷ്കവും ബ്രെയിനും ഒക്കെ കൊടുക്കുന്ന പടച്ച തമ്പുരാനാണ്. ആ പടച്ച തമ്പുരാനോട് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാത്തിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇത് അല്ലാഹ് പറയുന്നതിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇല്ലേ? ഇങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ, സമയമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തെങ്കിലും ചില്ലറ നിസ്സാര കാരണം കൊണ്ട് നിങ്ങൾ മദ്രസ ഒഴിവാക്കിയാൽ ഈ മക്കൾ നിങ്ങൾക്ക് ദുനിയാവിൽ മാത്രമല്ല നാളെ ആഖിറത്തിലും അപകടകരമായിരിക്കുമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നത്. ബാക്കി ഇതിൻ്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റൊരു ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം കണ്ണിന് കുളിർമ നൽകുന്ന സാലിഹീങ്ങളായ നല്ല സന്താനങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. വെള്ളിയാഴ്ച ദിവസമാണ്, ഖൈറുൽ അയ്യാമാണ്. ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ സൽകർമ്മങ്ങൾ പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആജിലായ ശിഫ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വെറുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.